ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എക്സൈൻ ബൈ ലേണിംഗ് NMMS 1 minute 1 mark. ഒരു മിനിറ്റിൽ എങ്ങനെ ഒരു മാർക്ക് നേടാം നോക്കാം. ഇഫ് മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ ഇൻ 16 liter mixture is 5:3, then amount of milk to be added to make this ratio 2:1 is. അതായത് 16 ലിറ്റർ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും അനുപാതം 5:3 ആണ്, 5:3 ആണ്. ആണെങ്കിൽ ഈ ഒരു അനുപാതം 2:1 ആക്കാൻ ചേർക്കേണ്ട പാലിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാനുള്ള മെത്തേഡ്, ആ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം പാലിൻ്റെ അളവ് 16 ലിറ്റർ ആണ്. ഇവിടെ നിങ്ങൾ പാലിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ നോക്കുക, 5:3 ആണ്. അപ്പോൾ ടോട്ടൽ ഓഫ് 8 യൂണിറ്റ്സ് ഉണ്ട്. അവിടെ 5, 3 എന്ന് പറയുമ്പോൾ 5:3, ടോട്ടൽ 5 + 3 8 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ 8 യൂണിറ്റ്സ് ആണ് എന്ത്, 8 യൂണിറ്റ്സ് ആണ് 16 ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 8 യൂണിറ്റ് 16 ലിറ്റർ ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2 ലിറ്റർ ആയിരിക്കും. ഓക്കെ, ഒരു യൂണിറ്റ് 2 ലിറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു മിൽക്ക് ടു വാട്ടർ റേഷ്യോ ആണ് എന്ത്, 5:3. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഏത് റേഷ്യോയിലാക്കാൻ മാറ്റേണ്ടത്? 2:1 റേഷ്യോയിലാക്കാൻ മാറ്റേണ്ടത്. എന്താണ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് നോക്കുക. എന്താണ് ഇവിടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്? മിൽക്ക് ടു ബി ആഡഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ഏതാ? വാട്ടർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. സോ വാട്ടർ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്ത് ചെയ്യുക? ആ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതിന്റെ റേഷ്യോ ഈക്വൽ ആക്കി കൊടുക്കുക. അതായത് ഇവിടെ ഇപ്പോൾ 3 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ആ 1നെ 3 ആക്കാൻ നമുക്ക് പറ്റും. എങ്ങനെ? ഇത് ടോട്ടൽ ഇൻറ്റു 3 ചെയ്താൽ മതി. സോ ഇത് എന്തായിട്ട് മാറും? മേലെ 5:3, താഴെ 2:1 എന്നുള്ളത് ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6:3 എന്ന് കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, വാട്ടർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെച്ചു, മിൽക്ക് നമ്മൾ എത്ര ആക്കി? 5 എന്നുള്ളത് 5 6 ആയിട്ട് മാറി. അപ്പോൾ എത്ര യൂണിറ്റ്സ് അവിടെ എക്സ്ട്രാ കൂടി? 5 6 ആവാൻ എത്ര കൂടി? ഒരു യൂണിറ്റ് ആണ് എക്സ്ട്രാ കൂടിയത്. 1 യൂണിറ്റ് ആണ് എക്സ്ട്രാ കൂടിയത്. നമുക്കറിയാം 1 യൂണിറ്റ് എന്നുള്ളത് എത്രയാണ്? 2 ലിറ്റേഴ്സ് ആണ്. സോ എത്ര യൂണിറ്റ് ആണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത്? അതായത് എത്ര പാലാണ് എക്സ്ട്രാ ചേർത്തിട്ടുള്ളത്? 2 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ആയിരിക്കും എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുണ്ടാവുക. സോ ഈ ഒരു ട്രിക്ക് എല്ലാവരും പഠിച്ചു വെക്കുക. ആ റേഷ്യോ ഈക്വൽ ആക്കിക്കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഫ് മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ ഇൻ 45 liter mixture is 2:1, then the amount of water to be added to make this ratio 1:2 is 10 liter, 21 liter, 35 liter, 45 liter. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ അതേ സെയിം ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യണേ.